ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കാൻ പോണ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മൾ കഴുകി വെച്ച ചിക്കനാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന 1 കിലോ കഴുകി നേരാക്കി വെച്ച ചിക്കൻ. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. ഇതവിടെ നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ കാണിക്കാം. ഇത് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ. നമ്മളിത് അരച്ച് ജിഞ്ചറും ഗാർലിക്കും കൊറിയൻഡർ ലീവ്സും ഗ്രീൻ ചില്ലിയും കൂടി മിക്സ് ചെയ്ത് അടിച്ചതാണ്. പിന്നെ പെരുംജീരകവും. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉള്ളിയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര എടുക്കണമെന്നൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കശ്മീരി ചില്ലി പൗഡർ, സാധാ നമ്മുടെ ചില്ലി പൗഡർ, പിന്നെ ചിക്കൻ മസാല. പിന്നീട് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൊടിച്ചത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ നന്നായി വെന്ത എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ നമുക്ക് അടച്ചു വയ്ക്കണം. ഇതവിടെ നമ്മുടെ എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കൂടുതൽ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതവിടെ നമ്മൾ ചിക്കൻ തിളച്ച് വരുന്നുണ്ട്. നന്നായി ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. പിന്നെ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ. ബൈ.